നമ്മളെന്തായാലും ഫുള്ള് മിഷനറി ഫുള്ള് കത്തിപ്പോയി. പാക്കിംഗ് മെഷീനും എല്ലാം ഇതിന്റെ ആട്ടുന്ന മെഷീനും എല്ലാം പോയി. എത്ര കാലമായി ഈ സ്ഥാപനം നമ്മളിത് 13 വർഷമായി അടുത്ത് 2012 തുടങ്ങി. ഇന്നലെ രാത്രി 10:30 കോഴിക്കോട് ബേപ്പൂര് വെസ്റ്റ് മാഹിയിലുള്ള രേണുക എണ്ണ മില്ലിനെ തീപിടിച്ചത്. വൻ അഗ്നിബാധയാണ് ഇവിടെ ഉണ്ടായത്. വലിയ തോതിലുള്ള അഗ്നിബാധ ഇവിടെ സംഭവിച്ചു. ഇതിന്റെ ഉടമസ്ഥർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായത്? ഓണായിട്ട് നമ്മൾ കുറെ സ്റ്റോക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഓണത്തിന് കിറ്റ് കൊടുക്കാണ്ടായിരുന്നു. നമുക്ക് കുറെ പാർട്ടിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഏകദേശം 150 ടണ്ണിന്റെ അടുത്ത് തന്നെ കൊപ്പരി ഉണ്ടാവും. ഏകദേശം അത്ര തന്നെ വെളിച്ചെണ്ണ ഉണ്ടാവും നമ്മുടെ അടുത്ത്. പിന്നെ മെഷീനറി ഫുള്ളായിട്ട് നമ്മൾ പോയല്ലോ, A to Z പോയി. ഇനിയിപ്പോൾ ഒന്നും തുടങ്ങണം നമ്മൾ എന്തായാലും. ഫുള്ള് മെഷീനറി A to Z ഫുള്ള് കത്തിപ്പോയി. പാക്കിംഗ് മെഷീനും എല്ലാം ഇതിന്റെ ആട്ടുന്ന മെഷീനും എല്ലാം പോയി. എത്ര കാലമായി ഈ സ്ഥാപനം? നമ്മളിത് 13 വർഷമായി അടുത്ത് 2012 തുടങ്ങിയാണ്. ജോലിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, സൺഡേ അതിനെ കൊണ്ട് ജോലിക്കാര് സെക്യൂരിറ്റി മാത്രമായിരുന്നില്ല. ഏറെ വരെ വർക്ക് ഉണ്ടായിരുന്നു. ഏറെക്ക് ശേഷം പിന്നെ സ്റ്റാഫുകളൊക്കെ റൂം പോയി. സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. കൊപ്പരനെ ഡ്രൈവറിന്ന് വന്നായിരിക്കാനാണ് സാധ്യത തീയെ. അതെ, അപ്പോൾ വലിയ ഒരു അഗ്നിബാധയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ഇതിന്ന് രാവിലെ വരെ ഇപ്പോഴും ഇതിന്റെ തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ട് സാധിച്ചില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ 13 യൂണിറ്റ് ഫയർ യൂണിറ്റ് ആണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇതിൽ പലതും ഇപ്പോൾ വെള്ളം നിറയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ്. തീ അണയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. ഇന്നലെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായും തീ ആളിക്കത്തി എന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ചുമര് JCB ഉപയോഗിച്ച് തകർത്തുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ ഒരു വലിയ കെട്ടിടത്തിന്റെ ഉയരത്തോളം, വലിയ 4 നില കെട്ടിടത്തിന്റെയൊക്കെ ഉയരത്തിൽ, അത്രയും ഉയരത്തിലാണ് ഇവിടെ തീ ആളിക്കത്തിയിരുന്നത് ഇന്നലെ എന്ന് പറയുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം രാത്രി 10:30 തീപിടുത്തം തുടങ്ങുകയും ഇത് രാവിലെ വരെ 15 യൂണിറ്റ് ഫയർ യൂണിറ്റുകൾ ഇവിടെ തീയണയ്ക്കാനായി എത്തി. കോഴിക്കോട് ജില്ലയിലെ പല ഭാഗത്തു നിന്നും ഒപ്പം മലപ്പുറം ജില്ലയിൽ നിന്നും ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടെങ്കിലും സാധിച്ചത്. ഇപ്പോൾ പൂർണ്ണമായും തീ അണയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്നലെ ഒരുപാട് ടൺ കണക്കിന് കൊപ്ര ഉണക്കാനായിട്ടിട്ടതും ഉണങ്ങിയ കൊപ്രകളും ഉണ്ടായിരുന്നു. കൊപ്ര ഉണക്കുന്ന ഇതിന്റെ ഡ്രയറിൽ നിന്ന് തീപിടിച്ചതാകാം എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഒരു പ്രാഥമികമായി അത് ആയിരിക്കാം തീപിടുത്തത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. അതായത് ഓണത്തിനായിട്ടുള്ള എണ്ണ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണകൾ ഉണ്ടായിരുന്നു, എണ്ണ കിറ്റുകൾ ഉണ്ടായിരുന്നു, അതിന്റെ സാധന സാമഗ്രികൾ, ഒപ്പം മിഷനറികൾ എല്ലാം തന്നെ പൂർണ്ണമായും കത്തിനശിച്ചു. ഇവിടെ ഇപ്പോൾ ചുമരുകളും ചില അവശിഷ്ടങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. എണ്ണ ടാങ്കിന് തീപിടിച്ചതാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ഒരുപാട് സമയമെടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശ്രമം തുടരുകയാണ്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബുവിനോടൊപ്പം ഡെൽന ലാസ്, മീഡിയ 1.